വാർത്തകൾ വിശദമായി. സഭാ സമ്മേളനത്തിന്റെ അവസാന ദിവസവും സർക്കാരിനെതിരെ നിലപാട് കടുപ്പിച്ച് പ്രതിപക്ഷം. ഇന്ധന നികുതി സംസ്ഥാനം കുറയ്ക്കാത്തത് അടിയന്തര പ്രമേയമായി സഭയിൽ പ്രതിപക്ഷം ഉന്നയിക്കും. ഇന്ധന നികുതി കുറയ്ക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ എംഎൽഎമാർ സൈക്കിൾ ഓടിച്ചാണ് നിയമസഭയിലെത്തിയത്. എംഎൽഎ ഹോസ്റ്റൽ മുതൽ നിയമസഭ വരെയായിരുന്നു പ്രതിപക്ഷാംഗങ്ങളുടെ പ്രതിഷേധം. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നാമമാത്രമായി കുറച്ച കേന്ദ്ര സർക്കാരിന്റെ നടപടിക്കെതിരായി ഇന്ത്യയിലെ ധാരാളം സംസ്ഥാനങ്ങൾ അവരുടെ സംസ്ഥാന നികുതി പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് കുറച്ചിട്ടും ഒരു കാരണവശാലും കേരളത്തിൽ പെട്രോളിന്റെയും ഡീസലിന്റെയും നികുതി കുറയ്ക്കില്ല എന്ന് ഉറച്ച വാശിയോടുകൂടിയ നിലപാടാണ് കേരള സർക്കാർ എടുത്തിരിക്കുന്നത്. അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെയും കേരള സർക്കാരിന്റെയും ഈ നടപടിക്കെതിരായിട്ടാണ് ഞങ്ങൾ ഈ പ്രതിഷേധ സമരം എംഎൽഎ ഹോസ്റ്റലിൽ നിന്ന് സൈക്കിൾ ചവിട്ടി നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എംഎൽഎമാർ എത്തിയിരിക്കുന്നത്. വിവരങ്ങളുമായി ടി ജി സജിത്ത് ചേരുന്നു. സജിത്ത്, ശ്രദ്ധേയമായിട്ടുള്ള രീതിയിലാണ് പ്രതിപക്ഷം ഇന്ന് അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും നിയമസഭയ്ക്കകത്തും അതിൻ്റെ തുടർച്ച ഉണ്ടാകുമല്ലോ. കഴിഞ്ഞ പ്രതിഷേധ ദിനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രാജസ്ഥാനും കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാനും ഇന്ധനവില നികുതി കുറയ്ക്കുമെന്ന നിലപാട് സ്വീകരിച്ചതായി കാണുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ ശക്തിയായിട്ടുള്ള ഒരു പ്രതിഷേധമായിരിക്കും നിയമസഭയ്ക്കകത്ത് പ്രതിപക്ഷം ഉയർത്തുക അല്ലേ? തീർച്ചയായും സരീഷ്, ശക്തമായ പ്രതിഷേധം ഇന്ധന വിഷയത്തിൽ ഉയർത്താൻ തന്നെയാണ് പ്രതിപക്ഷ നീക്കം. ഇന്ന് ഈ സഭാ സമ്മേളനത്തിന്റെ അവസാന ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഈ ഇന്ധന വിഷയത്തിൽ ഊന്നി ശക്തമായ പ്രതിഷേധം നടത്തുക, അടിയന്തര പ്രമേയത്തിന് അനുമതി ഉണ്ടായില്ലെങ്കിൽ സഭ ബഹിഷ്കരിച്ചുകൊണ്ട് പ്രതീകാത്മകമായ അടിയന്തര പ്രമേയം അവതരിപ്പിക്കുക, ഇത്തരത്തിലുള്ള വലിയ നീക്കങ്ങൾക്ക് പ്രതിപക്ഷം ഒരുങ്ങുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. എന്തായാലും ഇന്ന് കടുത്ത നീക്കങ്ങൾ പ്രതിപക്ഷം സഭയിൽ നടത്തുമെന്നുറപ്പാണ്. ഇതിന്റെ തുടക്കമായിട്ടാണ് രാവിലെ അവർ സൈക്കിളിൽ എത്തി സഭയിലേക്ക് എത്തിയുള്ള പ്രതിഷേധം നടത്തിയത്. എന്തായാലും സഭയിൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് തന്നെ പ്രതിപക്ഷം വരുന്നു. അടിയന്തര പ്രമേയം സഭ പരിഗണിച്ചു തുടങ്ങിയാണ്. ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇപ്പോൾ ഈ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി നൽകുകയാണ്. അതിനുശേഷം സർക്കാരിന്റെ കൂടുതൽ വിശദീകരണങ്ങളും ഇക്കാര്യത്തിൽ ഉണ്ടാകും. എന്തായാലും വലിയ പ്രതിഷേധമുയർത്തുകയാണ് തീരുമാനം. പ്രധാനമായും പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത് രാജ്യത്തെ മറ്റു പല സംസ്ഥാനങ്ങളും നികുതി കുറവ് വരുത്തുകയോ നികുതി ലാഭം വേണ്ടത് വെക്കുകയോ ഒക്കെ ചെയ്ത് ജനങ്ങൾക്ക് ലാഭകരമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ട് കേരളം അതിന് തയ്യാറാവുന്നില്ല എന്നതാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ചോദ്യം. നേരത്തെ ഈ ആരോപണങ്ങൾക്ക് സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഒരു വട്ടം മറുപടി പറഞ്ഞതാണെങ്കിൽ കൂടിയും ഇന്ന് സഭയിൽ വീണ്ടും അതിന് വിശദീകരണം തരേണ്ടി വരും. കൂടുതൽ സംസ്ഥാനങ്ങൾ ഇളവുകൾ നൽകുന്ന സാഹചര്യത്തിൽ കേരളത്തിന് മുന്നിലും വലിയ പ്രതിസന്ധിയുണ്ട്. കാരണം പ്രതിപക്ഷത്തിന്റെ സമരം അത്ര കണ്ട് ശക്തമാണ്. ഇന്ന് നിയമസഭയിൽ ഉന്നയിക്കുന്ന വിഷയം നിയമസഭയ്ക്ക് പുറത്തേക്കും ശക്തമായി തന്നെ ഉന്നയിക്കാനാണ് പ്രതിപക്ഷ കക്ഷികളുടെ തീരുമാനം. പ്രത്യേകിച്ച് കോൺഗ്രസ് അടക്കമുള്ള കക്ഷികൾ വരും ദിവസങ്ങളിൽ സംസ്ഥാന വ്യാപകമായ സമരങ്ങളൊക്കെ പദ്ധതിയിടുകയും അതിന് തയ്യാറെടുക്കുകയും ചെയ്തിട്ടുമുണ്ട്. അതുകൊണ്ട് ഇന്ന് നിയമസഭയിൽ അതിന്റെ തുടക്കമാവും. ശക്തമായ പ്രതിഷേധം തന്നെ നമുക്ക് സഭയിൽ പ്രതിഷേധിക്കാം. ഇപ്പോൾ നിയമസഭയിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി നൽകുകയാണ്. നിയമസഭയിൽ കെ എൻ ബാലഗോപാൽ മറുപടി നൽകുകയാണ്. 6 വർഷമായി സംസ്ഥാനം നികുതി കൂട്ടിയിട്ടില്ല എന്നാണ് ധനമന്ത്രി അവിടെ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയ പ്രതിപക്ഷത്തിന് മറുപടിയായിട്ട് പറയുന്നത്. 6 വർഷമായിട്ട് സംസ്ഥാനം നികുതി കൂട്ടിയിട്ടില്ല, ഒരു തവണ കുറയ്ക്കുകയും ചെയ്തു എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. കേന്ദ്രമന്ത്രി അധിക നികുതി ഏർപ്പെടുത്തിയതിനാലാണ് വില ഉയർന്നു തന്നെ നിൽക്കുന്നത്. കൂട്ടിയവരാണ് കുറയ്ക്കേണ്ടത്, അതായത് കേന്ദ്രം തന്നെയാണ് ഇനിയും കുറയ്ക്കേണ്ടത് എന്ന നിലപാടാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവിടെ അഭിപ്രായമായി നിലപാടായി പറയുന്നത്. പാർലമെന്റിലേക്ക് കാളവണ്ടിയിൽ പോകട്ടെ എന്ന് മന്ത്രിയുടെ പരിഹാസവും സഭയ്ക്കകത്തുണ്ടായി എന്നാണ് കാണുന്നത്. ഇവിടെ നിന്ന് 19 പേർ പാർലമെന്റിലേക്ക് പോയിട്ടുണ്ടല്ലോ. അവർ പാർലമെന്റിലേക്ക്, അതായത് കേന്ദ്രത്തിനെതിരെയാണ് സമരം നടത്തേണ്ടത്. ഇവിടെ സൈക്കിളിലേക്ക് വരുന്നതിന് പകരം അവിടേക്ക് പാർലമെന്റിൽ 19 UDFന്റെ എംപിമാർ അവിടേക്ക് കാളവണ്ടിയിൽ പോകട്ടെ എന്ന പരിഹാസവും അല്ലെങ്കിൽ അങ്ങനെ ഒരു വിമർശവും ധനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നാണ് കാണുന്നത്. ടി ജി സജിത്ത് തുടരുന്നുണ്ട്. സജിത്ത്, ഒരു വിധത്തിലും അതായത് രാജസ്ഥാനും നികുതി കുറച്ചു, പക്ഷേ എന്തെങ്കിലും സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ വഴങ്ങേണ്ടതില്ല
എന്ന ഉറച്ച നിലപാട് തന്നെയായിരിക്കുമോ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുക ഇന്നും വരും ദിവസങ്ങളിലും? നിലവിൽ ഇക്കാര്യത്തിൽ സർക്കാർ എടുത്തിരിക്കുന്ന തീരുമാനം സംസ്ഥാനത്ത് നികുതി കുറവ് വരുത്തേണ്ട, സംസ്ഥാനത്തിന് ബാധകമായ വാറ്റ് നികുതിയിൽ കുറവ് വരുത്തേണ്ടതില്ല എന്നതാണ് സർക്കാരിന്റെ തീരുമാനം. ഇത് രാഷ്ട്രീയ തീരുമാനമായി CPM നേതൃത്വം അടക്കം കൈക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് സഭയിൽ മറ്റൊരു നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രതിപക്ഷത്തെ അനുനയിപ്പിക്കാനുള്ള സാധ്യത കുറവാണ്. എന്തായാലും സർക്കാർ ആ തീരുമാനവുമായി മുന്നോട്ട് പോവുകയാണ്. ധനമന്ത്രി ഇപ്പോൾ സഭയിൽ മറുപടി പറയുകയാണ്. കഴിഞ്ഞ 6 വർഷമായി സംസ്ഥാനം നികുതിയിൽ വർധനവ് വരുത്തിയിട്ടില്ല എന്നതാണ് മന്ത്രി ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ഒരു തവണ കുറയ്ക്കുകയും ചെയ്തു. എന്നാൽ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 13 തവണ നികുതി കൂട്ടി. ഇതിന്റെ കണക്കുകൾ അടക്കം നിയമസഭയിൽ വിശദീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ധനമന്ത്രി സംസാരിക്കുന്നത്. എന്നാൽ ഈ ചർച്ചയിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇപ്പോൾ ഇടപെട്ടു. അദ്ദേഹം പറയുന്നത് നികുതി കൂട്ടിയത് കേന്ദ്രമാണോ സംസ്ഥാനമാണോ എന്ന് മന്ത്രി വിശദീകരിക്കണമെന്ന ആവശ്യം ഉമ്മൻചാണ്ടി ഉന്നയിച്ചിട്ടുണ്ട്. 13 തവണ കൂട്ടിയതിന്റെ കണക്ക് തന്റെ കൈവശമുണ്ടെന്നുള്ളതായിരുന്നു ഇപ്പോൾ ധനമന്ത്രിയുടെ മറുപടി. എന്തായാലും ധനമന്ത്രി സഭയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ വിഷയത്തിലേക്ക് ഇടപെടുമെന്ന് ഉറപ്പാണ്. മറ്റ് മുഖ്യമന്ത്രി അടക്കമുള്ളവർ സഭയിൽ സംസാരിക്കാനും സാധ്യതയുണ്ട്. എന്തായാലും ഇപ്പോൾ ഇന്ധന വില വർധന വിഷയത്തിൽ സർക്കാർ നിലപാട് പ്രഖ്യാപിക്കുകയാണ്. നേരത്തെ തന്നെ സർക്കാർ ഇക്കാര്യത്തിൽ ഒരു പുനഃപരിശോധന നടത്തില്ല എന്ന നിലപാട് പറഞ്ഞതാണ്. സഭയിൽ അത് ഒന്നുകൂടി ആവർത്തിക്കാനുള്ള സാധ്യത. കഴിഞ്ഞ കാലങ്ങളിലെ കണക്ക്, സംസ്ഥാനത്ത് ഇന്ധനം വിഷയത്തിൽ കേരളത്തിന് ലഭിക്കുന്ന വരുമാനം, ഉണ്ടായ നഷ്ടങ്ങൾ, ഇക്കാര്യങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ടുള്ള വിശദമായ ഒരു മറുപടിയായിരിക്കും ധനമന്ത്രി ഇപ്പോൾ സഭയിൽ നടത്തുക. എന്തായാലും ആ നിലക്കുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടാനുള്ള ഒരു അവസരം കൂടി ആയിരിക്കും അത്. സജിത്ത്, മറ്റെന്തൊക്കെ വിഷയങ്ങളാണ് സഭയിൽ ഇന്ന് വരിക? ഈ മുല്ലപ്പെരിയാറിലെ മരമുറിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ അറിഞ്ഞുകൊണ്ടായിരുന്നു എല്ലാം എന്ന തരത്തിലുള്ള സൂചനകളും വിവരങ്ങളും ഒക്കെ പുറത്തു വരുന്ന സാഹചര്യത്തിൽ ഇന്നലെ ആ ഉത്തരവ് റദ്ദാക്കുകയും ഉദ്യോഗസ്ഥനെതിരെ സസ്പെൻഷൻ നടപടി സ്വീകരിക്കുകയും ചെയ്തെങ്കിലും പ്രതിപക്ഷം സ്വാഭാവികമായിട്ടും അത് അവിടെ ഒരു പരാമർശത്തിനെങ്കിലും വിധേയമാക്കുകയില്ലേ? അതുണ്ടായോ? മുല്ലപ്പെരിയാർ വിഷയം യഥാർത്ഥത്തിൽ ഇന്ന് വലിയ പരിഗണനാ വിഷയമായി തന്നെ സഭയിൽ വരേണ്ടതാണ്. പ്രത്യേകിച്ച് പ്രതിപക്ഷം ഉന്നയിച്ച് കാണിച്ചതുപോലെ ഈ വിവാദമായ ഉത്തരവ് സർക്കാർ റദ്ദാക്കിയ പശ്ചാത്തലത്തിൽ. പക്ഷേ ഇന്ന് ഇന്ധന വിഷയത്തിൽ മാത്രം സഭയിൽ ശക്തമായ പ്രതിഷേധം ഉയർത്താനാണ് പ്രതിപക്ഷ തീരുമാനം. അങ്ങനെയെങ്കിൽ ഈ ഇന്ധന വിഷയത്തിൽ തന്നെ സഭ ബഹിഷ്കരിച്ചുകൊണ്ട് പ്രതിപക്ഷം നീക്കം നടത്തുകയാണെങ്കിൽ ഒരുപക്ഷേ മുല്ലപ്പെരിയാർ വിഷയം സഭയിൽ ആ തരത്തിൽ പരാമർശിക്കപ്പെടാൻ സാധ്യതയില്ല. ഏതെങ്കിലും പ്രതിപക്ഷ അംഗങ്ങൾ വിഷയം ഉന്നയിക്കുകയോ മറ്റോ ആണെങ്കിൽ അതിൽ വകുപ്പ് മന്ത്രി അടക്കമുള്ളവരുടെ മറുപടി നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഇന്നത്തരം ഒരു സാധ്യത ഉണ്ടാവാനുള്ള സാഹചര്യമില്ലെന്ന് വേണം നിലവിലെ നീക്കത്തിൽ നിന്നും മനസ്സിലാക്കാൻ. ഇന്ന് ഇന്ധന വർധന വിഷയത്തിൽ തന്നെ ഊന്നിക്കൊണ്ടുള്ള പ്രതിപക്ഷത്തിന്റെ നീക്കമായിരിക്കും ഉണ്ടാവുക. അത് ഒരുപക്ഷേ സഭാ സ്തംഭനത്തിലേക്ക് തന്നെ മാറാനുള്ള സാധ്യതയുമുണ്ട്. ശരി, നന്ദി.